ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ ബിരുദദാന സമ്മേളനവും കിർഫ് റാങ്ക് വിജയാഘോഷവും നടത്തി. പുല്ലൂറ്റ് മുസിരീസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന KKTM ഗവൺമെന്റ് കോളേജിന്റെ ബിരുദദാന സമ്മേളനവും കിർഫ് റാങ്ക് നേട്ടത്തിന്റെ ആഘോഷവും മെറിറ്റ് ഡേയും കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ മഴ കൊള്ളിക്കാതെ വെയിൽ കൊള്ളിക്കാതെ പുറത്ത് വിടാതെ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ സംരക്ഷിച്ചു പോരുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ചുറ്റുപാടുകളുമായി പ്രതികരിക്കാനും ആശയവിനിമയം നടത്താനും ഒന്നും സാധിക്കാതെ വരുന്നത്. അതിനെയൊക്കെ ചാലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ളതാണെങ്കിലും ഞാൻ പറയും എളുപ്പമുള്ളതാണ് എന്ന് പറയും. നമ്മൾ പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ തേടി വരും എന്നുള്ളത് സത്യമാണ്. അങ്ങനെയാണ് ഈ കർമ്മണ്യവാധികാരസ്ഥ എന്നത് വ്യാഖ്യാനിക്കാൻ എനിക്കിഷ്ടം. നിങ്ങൾ കർമ്മം ചെയ്തോളൂ അവൻ ഇങ്ങോട്ട് വരും എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ അതിനുള്ള മെറ്റീരിയൽ നമ്മളുടെ അടുത്തുണ്ടാവും. അതിന് മാത്രം നമ്മൾ സജ്ജരാവും. അങ്ങനെ സജ്ജരാവണമെങ്കിൽ എന്ത് വേണം? ധാരാളമായി പഠിക്കാൻ സാധിക്കണം, നമുക്ക് അറിയാൻ സാധിക്കണം, സമൂഹവുമായിട്ട് സംവദിക്കാൻ സാധിക്കണം, മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ പ്രയാസപ്പെടാൻ സാധിക്കണം, നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കണം, നമുക്ക് മനുഷ്യനാവാൻ സാധിക്കണം. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ആദ്യമുണ്ടായത് കേരള യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ എംബ്ലം അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിദ്യയാ അമൃതം അശ്വന്തേ. ചടങ്ങിൽ ബിരുദാനന്തര വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ബിരുദം സമ്മാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ പാതയിൽ മുന്നേറുന്ന KKTM ഗവൺമെന്റ് കോളേജിന് കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ റാങ്ക് ചെയ്യുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ സംസ്ഥാന തലത്തിൽ 31ാം റാങ്കാണ് കൈവരിച്ചത്. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളിൽ 5ാം സ്ഥാനവും തൃശൂർ ജില്ലയിലെ സർക്കാർ കോളേജുകളിൽ 1ാം സ്ഥാനവും ഇതോടൊപ്പം കോളേജിന് സ്വന്തമായി. 1ാം റാങ്ക് നേടിയ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് 59.5 പോയിന്റ് ലഭിച്ചപ്പോൾ 53.2 പോയിന്റ് നേടിയാണ് KKTM ഗവൺമെന്റ് കോളേജ് ഉയർന്ന റാങ്കിലേക്ക് എത്തിയത്. അധ്യാപനം, ഗവേഷണം, വിജയശതമാനം, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനം, ശാസ്ത്രാവബോധം വളർത്തൽ തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് കിർഫ് റാങ്കിംഗ് നടത്തിയത്. ബിരുദദാന സമ്മേളനത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഡോക്ടർ മാഗി ES ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ ബിന്ദു ശർമിള TK അധ്യക്ഷയായി. വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ G ഉഷാകുമാരി, IQAC മെമ്പർ ഡോക്ടർ കൃഷ്ണകുമാർ, കോളേജ് ചെയർമാൻ ഋഷികേശ് ബാബു MC, PTA വൈസ് പ്രസിഡന്റ് MR സുനിൽ ദത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് PTA സെക്രട്ടറി ഡോക്ടർ വിനയ് ശ്രീ S സ്വാഗതവും രാഗ R നന്ദിയും പറഞ്ഞു. കേവലം 21 വിദ്യാർത്ഥികൾക്ക് മാത്രം ഹോസ്റ്റൽ സൗകര്യമുള്ള നമ്മുടെ കോളേജിൽ 7.72 കോടി ചെലവിൽ ജെൻഡർ ഇൻക്ലൂഷൻ ആൻഡ് എക്വിറ്റി ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെട്ട PM ഉഷ സ്കീമിൽ 6 നിലകളിലായി ഒരു ലേഡീസ് ഹോസ്റ്റൽ വരുന്ന അടുത്ത വർഷത്തേക്ക് ഒരു ലേഡീസ് ഹോസ്റ്റൽ വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത വളരെയധികം സന്തോഷപൂർവ്വം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കൂടാതെ 1.67 കോടി നിലവിലുള്ള ഹോസ്റ്റലിൻ്റെ 2ാം നിലയും 3ാം നിലയും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും പണിയാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ട്രാൻസ്ഫോമറിനായി ഏകദേശം 56-57 ലക്ഷം രൂപ
നമുക്ക് വന്നിട്ടുണ്ട്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ ഒന്നായി അടുത്ത വർഷങ്ങളിൽ അത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. Tradition since 1969. Lakshmi Jewelry, Kodunallur, North Paravur, Chalakudi.